ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെല്ലിക്ക വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായാണ്. റെസിപ്പി ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഒരു പ്രാവശ്യം തയ്യാറാക്കിയാൽ 15 മുതൽ 1 മാസം വരെ കേടാകാതെ ഇരിക്കും. ഈ ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ സാമ്പാറും ചട്നിയും ഒന്നും തന്നെ ആരും ചോദിക്കില്ല. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. ടേസ്റ്റിയായ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 20 നെല്ലിക്ക ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. അധികം വെള്ളം ചേർക്കേണ്ടതില്ല, 1/2 കപ്പ് വെള്ളം ചേർത്താൽ മതിയാകും. ഇനി കുക്കർ അടച്ച് സ്റ്റവിലേക്ക് എടുത്ത് വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് 3 വിസിൽ അടുപ്പിച്ച് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോഴിത് കുക്കറിൽ 3 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്, പ്രഷറൊക്കെ പോയി. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോഴിത് നോക്കുമ്പോൾ നമ്മുടെ നെല്ലിക്ക നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നെല്ലിക്കയൊക്കെ നല്ലപോലെ വിടർന്നു വരുന്ന രീതിയിൽ വെന്ത് കിട്ടണം. ഇപ്പോഴിതാ നല്ലപോലെ തന്നെ നമുക്ക് നെല്ലിക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് തണുക്കാനായി വയ്ക്കാം. ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം. കടായി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടേബിൾ സ്പൂൺ ഉലുവ, 1/2 ടേബിൾ സ്പൂൺ മല്ലി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ല ചുമന്ന് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോഴിതാ കടുക് നല്ല രീതിയിൽ പൊട്ടി വരുന്നുണ്ട്, അതുപോലെ ഉലുവയും നല്ല രീതിയിൽ ചുമന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതും തണുക്കാനായി വെക്കാം. എന്നിട്ട് മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയും വേണം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ തണുക്കാനായി വെച്ചിരുന്ന നെല്ലിക്കയുടെ കുരുവൊക്കെ മാറ്റിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറിലുണ്ടായിരുന്ന ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എക്സ്ട്രാ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതില്ല, കുക്കറിലുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാകും. നമ്മളിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ആയിട്ട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പോഴിത് നല്ല പേസ്റ്റ് പോലെ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിലുണ്ടായിരുന്ന വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തത്. ഇപ്പോഴിത് നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റായിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല അടിഭാഗം കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ, അല്ലെങ്കിൽ മൺചട്ടി എടുത്താലും മതി. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. പാൻ നല്ല ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ റെസിപ്പിക്ക് നല്ലെണ്ണ ചേർക്കുന്നത് വളരെ ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ കടുക് ചേർക്കാം. 5 6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് 2ആയി മുറിച്ച് ചേർക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള കടുക് നല്ല പൊട്ടി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയത്ത് നമ്മൾ ചേർത്ത വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ചുമന്ന് വരും, അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോഴിത് നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള നെല്ലിക്കയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എണ്ണയുമായി ചേർന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴിത് നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്ത് അതിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി പിഴിഞ്ഞ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുളിവെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 2 മിനിറ്റ് വരെ അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലാണ് അടച്ച് വെച്ച് വേവിക്കേണ്ടത്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ 1 മിനിറ്റ് ആകുമ്പോൾ ഇളക്കി കൊടുക്കുക, പിന്നെ അടച്ച് വെച്ച് 1 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോഴിത് 2 മിനിറ്റ് ആയിട്ടുണ്ട്.
ഇപ്പോൾ അടച്ച് വെച്ച് വേവിക്കുന്ന ടൈമിൽ ഓരോ മിനിറ്റിൻ്റെ ഇടയിൽ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് 2.5 മുതൽ 3 സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിയും പുളിയും ഒക്കെ ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വച്ചിട്ടുള്ള ആ മസാലക്കൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എരിയൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എരിവും ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിത് അടച്ച് വെച്ച് വേവിക്കാം. എന്നാൽ ഓരോ 2 മിനിറ്റിനിടയിലും നമ്മൾ ഈ അടപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെക്കാം. അങ്ങനെ 10 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോഴിത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റെസിപ്പി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ്. ചോറിനൊപ്പം കഴിക്കാൻ മറ്റ് കറികളൊന്നും വേണ്ട. ഇതൊന്ന് മാത്രം മതി. എത്ര ചോറ് വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അതുകൂടാതെ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ നമുക്കിത് ചേർത്ത് കഴിക്കാം. ഈ ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ സാമ്പാറോ ചട്നിയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുത്. അപ്പോൾ ഇന്ന് കാണിച്ച ഈ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ നന്ദി.